നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഈ ഒരു പാട്ടിനെതിരെ CPM നേതാവ് റഹീം MP. പോറ്റിയെ കേറ്റിയെ എന്ന അയ്യപ്പ പാട്ടിന്റെ പാരഡി ഗാനത്തിലാണ് കോൺഗ്രസ് ഊന്നിയതെന്നും മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും റഹീം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ LDF വികസനത്തിലൂന്നിയപ്പോൾ UDF സ്വർണ്ണപ്പാളി വിഷയത്തിന് പിന്നാലെ പോയെന്നായിരുന്നു റഹീമിന്റെ വാദം. ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ക്ഷേമവും വികസനവും ഇനിയും നടപ്പിലാക്കാൻ പോകുന്ന നവകേരളത്തെക്കുറിച്ചുമാണ്. എന്നാൽ അവർ പറയാൻ ശ്രമിച്ചത് പൂർണ്ണമായും വിശ്വാസമാണ്. കോൺഗ്രസ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അയ്യപ്പ പാരഡി പാട്ടിലാണ് ഊന്നിയത്. മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇടതുമുന്നണിയല്ല ഭരിച്ചിരുന്നത് എങ്കിൽ ഇത്തരം ഒരു സന്ദർഭം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായാൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ? കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളി വിഷയത്തിൽ CPM എടുത്ത ഒരു നിലപാടുണ്ട്. ഗവൺമെന്റ് ഒരു കുറ്റവാളിയെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ നിമിഷം വരെ SITയുടെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി SITയുടെ അന്വേഷണത്തിൽ ഒരല്പമെങ്കിലും പക്ഷപാതിത്വം ഉണ്ടെന്ന ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. ഒരു സംശയം പോലും ഉന്നയിച്ചിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള SITയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു കാര്യം UDFന്റെ ഭരണകാലത്താണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഞങ്ങൾ നടത്തിയ വികസനത്തെക്കുറിച്ചോ നടപ്പിലാക്കാൻ പോകുന്ന വികസന പദ്ധതികളെക്കുറിച്ചോ കോൺഗ്രസിന് ഒരു അഭിപ്രായവും പറയാനില്ല. കോൺഗ്രസ് ഇന്നെടുത്ത സമീപനം എന്താ? ഇന്ന് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള MPമാർ ഈ പാട്ട് പാടുകയാണ്. പാർലമെന്റിന്റെ മുമ്പിൽ ഈ കേരളം മഹാകുഴപ്പമാണെന്നും കേരളത്തിൽ മഹാകുഴപ്പമാണെന്നും വരുത്തി തീർക്കുന്നു. രാജ്യത്തിന്റെ മുമ്പിൽ കേരളത്തിനെതിരായ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് സാധാരണ BJP ആണ്. ഇപ്പോൾ ആ BJPയുടെ ചുവട് പിടിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഇവർ പാട്ടുപാടുകയാണ്. എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? സെൻട്രൽ ഏജൻസി വരണമെന്നാണ്. സെൻട്രൽ ഏജൻസികളെ എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കാൻ തുടങ്ങിയത്. എന്ത് ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഞങ്ങൾ മുഖപ്രസംഗം എഴുതിയ ഘട്ടം ഏതാണ്? അതൊരു ഗ്ലോബൽ ഇഷ്യൂവിൽ അമേരിക്ക വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് അവർ സ്വീകരിച്ച സന്ദർഭത്തിലാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചത്. ഞങ്ങളുടെ സഹായത്തിലല്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്? റഹീം ചോദിച്ചു. അതേസമയം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ഗാനത്തിന് പിന്നിലെ അണിയറക്കാരെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നു. 4 പതിറ്റാണ്ടായി ഖത്തർ പ്രവാസിയായ കോഴിക്കോട് നാദാപുരം സ്വദേശി GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറമാണ് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിന്റെ വരികൾ എഴുതിയത്. അദ്ദേഹം എഴുതിയ വരികൾ നാട്ടിലെ സുഹൃത്തായ ഹനീഫ മുടിക്കോട്ടിന് അയച്ചു നൽകുകയായിരുന്നു. ഡാനിഷാണ് ആദ്യം മ്യൂസിക് ചെയ്തിരുന്നത്. തുടർന്ന് CMS മീഡിയയുടെ ഉടമയായ സുബൈർ പന്തലൂരുമായി ബന്ധപ്പെട്ട് പാരഡി ഗാനം പുറത്തിറക്കുകയായിരുന്നു.